പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പോരിശയാക്കപ്പെട്ട ആദ്യത്തെ പകലിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ അടുത്ത ശഅബാൻ 1 വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായൊരു കാവൽ നമുക്ക് ഇട്ടുതരും എന്ന് നമുക്ക് കാണാം. ഒരു വർഷത്തേക്ക് അള്ളാഹുവിൻ്റെ ബലാ മുസീബത്തുകൾ, അത് സാമ്പത്തിക തകർച്ചയാകാം, ആരോഗ്യ തകർച്ച, രോഗങ്ങളാകാം, കുടുംബത്തിൽ പ്രയാസങ്ങളാകാം, കച്ചവടത്തിൽ പ്രയാസമാകാം, ഇതൊന്നുമില്ലാത്ത ഹാപ്പിനെസ്സുള്ള ജീവിതം ഒരു വർഷത്തേക്ക് അള്ളാഹു നമുക്ക് തുറന്നു നൽകാൻ കാരണമാകുന്ന 3 കാര്യങ്ങൾ. അതോടൊപ്പം നമ്മൾ ഇന്നു മുതൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്ർ ദുആകൾ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് അൻവാർ എഫസിൻ്റെ കുടുംബം, കമൻറ്റിൽ സന്തോഷം പറയുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു പരിശുദ്ധ റജബ് ശഅബാനിൻ്റെ ബറക്കത്ത്, റമളാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും വിഷമവും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു ഖബർ ജന്നത്തുൽ ഫിർദൗസിൻ്റെ ആരാമമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നാമൊക്കെ തന്നെ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ പകലിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട, ചൊല്ലേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ അത് വിനിയോഗിച്ചവരാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ശഅബാനിൻ്റെ ആദ്യത്തെ പകൽ മുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനമുള്ള, ആദരവുള്ള, പോരിശയാക്കപ്പെട്ട ഒരുപാട് ഖൈറുകൾ അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു മാസത്തിലേക്ക് ആയുസ്, ആരോഗ്യം തരിക, ആയുസ് നമുക്ക് ഇട്ടു തരിക എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ മിനിമം നമ്മൾ എന്ത് പറയണം അള്ളാഹുവിനോട്? അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഹംദു പറയണം. അതുകൊണ്ടാണ് പിറ കണ്ടാൽ നമ്മൾ ചൊല്ലേണ്ട ആദ്യത്തെ ദിക്ർ അത് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കല്ല. പിന്നെ ആദ്യം നമ്മൾ പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു മഹില്ലഹു അലൈന. അറിയാമല്ലോ, പറഞ്ഞല്ലോ നമ്മൾ ഇന്നലെ. അതിൻ്റെ ആ ദുആയിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി റജബ് വജാഅ ബിശഹരി ശഅബാൻ. ശഅബാൻ മാസം ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് തന്ന പടച്ചോനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുന്ന വാക്കാണ്. ഇത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സറിഞ്ഞ്, ഇന്നലെ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞില്ല, തീർച്ചയായും ശഅബാനിൻ്റെ ഇന്നത്തെ പകലിൽ മനസ്സറിഞ്ഞ് നമ്മൾ പറയണം ഈ നിഅമത്ത് കിട്ടിയതിൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, അവൻ്റെ സ്നേഹം കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ്. ഏറ്റവും ബഹുമാനമുള്ള, ആദരവുള്ള ഒരുപാട് ഖൈറുകൾ അല്ലാഹുവിൻ്റെ അടിയാറുകൾക്ക് വിതരണം ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ നന്മകൾ ചെയ്യാനും സുഹൃതങ്ങൾ, അമലുകൾ ചെയ്യാനുമുള്ള വിവരങ്ങൾ, അതിനുള്ള അപ്ഡേഷൻ നൽകുന്ന കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതും ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നതും അത് അള്ളാഹിൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഖൽബ് നിറച്ച് നമ്മൾ അൽഹംദുലില്ലാ എന്ന് ആദ്യം നമ്മൾ ഇന്നത്തെ ഈ പരിശുദ്ധമാക്കപ്പെട്ട പകലിൽ, ആദ്യ പകലിൽ നമ്മൾ മനസ്സുകൊണ്ട് പറയണം, ഖൽബ് കൊണ്ട് പറയണം, നാവ് കൊണ്ട് പറയണം. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. ഈ പരിശുദ്ധമായ ശഅബാനിൻ്റെ ആദ്യ പകലിൽ നമ്മൾ സജീവമായി ഇന്നു മുതൽ പരിശുദ്ധമായ റമളാനിൻ്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെടുന്ന സെക്കൻഡ് വരെ നമ്മൾ സജീവമായി കൊണ്ടുപോകേണ്ട ദുആ നമുക്കെല്ലാം അറിയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്ന ദുആയാണ്. ഈ ദുആയിലെല്ലാം ഉണ്ട്. ഇത് ആക്റ്റീവായി നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ ഒരാൾ ആദരിക്കുക, ബഹുമാനിക്കുക. അത് തീർച്ചയായും നമ്മുടെ ലൈഫിൽ ഒരുപാട് ലാഭമുണ്ടാക്കുന്ന സംഗതിയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഫളായിലുകൾ പറയുന്ന ഭാഗത്ത് കാണുന്നുണ്ട്, മൻ അല്ലമ, ഒരാൾ പരിശുദ്ധമായ ശഅബാനിനെ ആദരിച്ചു, ബഹുമാനിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധമായ റജബിനെ ആദരിച്ചാൽ ആദരിച്ചതിൻ്റെ പേരിൽ
ബൈത്തുൽ മുഖദ്ദസിൽ ഫലസ്തീനിൻ്റെ പള്ളിയുടെ ചാരത്ത് താമസിച്ചിരുന്ന ഒരു ആബിദത്തായ ഉമ്മ പരിശുദ്ധമായ റജബിനെ ആദരിച്ചതുകൊണ്ട് അവിടുത്തെ ഖബറിൽ ഒറ്റക്ക് അള്ളാഹു കിടത്തിയില്ല. ഏറ്റവും ഉന്നതമായ സമുന്നതരായ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ ലോകത്തേക്ക് കൊണ്ടുപോയി. ഖബറിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോയി. ഖബറിൽ ഉമ്മയെ കണ്ടില്ലാത്ത പൊന്നുമോൻ്റെ കരച്ചിൽ, ഇതെല്ലാം സംഭവങ്ങൾ നമ്മൾ റജബിൽ പറഞ്ഞതാണ്. റജബിനെ ആദരിച്ചുകൊണ്ട് അള്ളാഹു ഇട്ടുകൊടുത്ത ബഹുമാനമാണ്. ഇവിടെ പരിശുദ്ധമായി ശഅബാനിനെ ആദരിച്ചു. എന്നിട്ടോ വത്തഖില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന ഒരവസ്ഥ. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരിഗണിക്കുക. പടച്ചോനെ അള്ളാഹുവേ, ഇനി ഇങ്ങനെയായാൽ പറ്റൂലല്ലോ അല്ലാ, ഞാൻ കൃത്യമായി പ്രോപ്പറായി നിസ്കരിക്കണമല്ലോ പടച്ചോനെ, നന്നാകണമല്ലോ അല്ലാ, റമദാൻ വരികയാണല്ലോ അല്ലാ, ശഅബാൻ വന്നല്ലോ റബ്ബേ. ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അള്ളാഹുവിന് തഖ്വ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. വഅമില ബിത്വാഅതിഹി, നന്മകൾ ചെയ്ത് പ്രിയപ്പെട്ടവരെ സുഹൃതങ്ങൾ ചെയ്ത് മുന്നേറുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം, അതായത് നല്ല പ്രവർത്തനങ്ങൾ ഈ ശഅബാനിൽ ചെയ്യുന്നു. എന്നിട്ടോ വംസക നഫ്സഹു അനിൽ മഅസിയ, തിന്മകളെ തൊട്ട് തൻ്റെ നഫ്സിനെ പിടിച്ചു നിർത്തുക. സാധാരണ സംസാരിക്കുന്നത് പോലുള്ള സംസാരം, മറ്റുള്ളവരെക്കുറിച്ചുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ കളിയാക്കൽ, ഇരട്ടപ്പേര് വിളിക്കൽ, മറ്റുള്ളവരെക്കുറിച്ചുള്ള കമൻറ്റുകൾ പറഞ്ഞ് ആസ്വദിക്കുക, അല്ലെങ്കിൽ കേട്ട് ആസ്വദിക്കുക, ഇതിൻ്റെയൊക്കെ അവസരം വന്ന് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മൂമെൻറ്റിലാകുമ്പോൾ അതിൽ നിന്ന് റിവേഴ്സ് വരിക, തൽക്കാലം അതിൽ നിന്ന് മാറി നിൽക്കാം, ശരിയാവില്ല എന്ന് കരുതി അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അള്ളാഹു കൊടുക്കാൻ പോകുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഈ മാസത്തിനെ ആദരിച്ചു, അള്ളാഹുവിനെ പരമാവധി അനുസരിക്കാൻ നോക്കി, തിന്മേന്ന് പരമാവധി മാറി നിന്നു. ഈ 3 കാര്യങ്ങൾ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരാൾ ചെയ്തു കൊടുത്താൽ ഗഫറല്ലാഹു തആല ദുനൂബഹു, അവൻ്റെ തെറ്റുകളെ അള്ളാഹു പുറത്തു കൊടുക്കും. അവൻ ചെയ്ത ഹറാമുകളൊക്കെ ഇല്ലേ, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ സിമ്പിളായിട്ട് പുറത്തു കൊടുക്കും. അതൊരു കോടി തെറ്റുണ്ടെങ്കിലും അള്ളാഹു ഈ 3 കാര്യങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുമെന്നാണ്. ആലോചിച്ച് നോക്കി. അപ്പോൾ എത്ര ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല പാപങ്ങൾ പൊറുക്കൽ മാത്രമല്ല, അള്ളാഹു ഒരു അമ്ന് കൊടുക്കും, നിർഭയത്വം, ഒരു പേടിയും വേണ്ട എന്നുള്ള നിലക്ക് ഒരു അഡ്വാൻസ് അമ്ന്, നിർഭയത്വം അള്ളാഹു അവർക്ക് കൊടുക്കും. എത്ര നാളുണ്ടാവും? ഈ ശഅബാൻ 1 മുതൽ അടുത്ത ശഅബാൻ 1 വരെ 1 വർഷം നീണ്ടു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ വലിയ നിർഭയത്വം, അള്ളാഹുവിൻ്റെ വലിയൊരു കാവൽ അവർക്ക് ഇറക്കി കൊടുക്കുന്നുണ്ടെന്ന്. ഫീ തിൽക സന, ഒരു കൊല്ലത്തേക്കുണ്ടാകും ആ കാവൽ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ സകല പാപങ്ങളും പൊറുക്കപ്പെടും, ഹറാമുകളൊക്കെ പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല, പിന്നെ ഒന്നുകൂടെ അടുത്ത അള്ളാഹു നൽകുന്ന നിർഭയത്വമാണ്. ആ നിർഭയത്വം 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന നിർഭയത്വമാണ്. എന്തിൽ നിന്ന് നിർഭയത്വം? മിനൽ ബലായാവൽ അംറാദി കുല്ലിഹ, എല്ലാവിധ പരീക്ഷണങ്ങൾ, രോഗങ്ങളാകാം, കടങ്ങളാകാം, കച്ചവട തകർച്ചയാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, നമ്മുടെ നിലവിലുള്ള മാനസിക തകർച്ച, കുടുംബപരമായ തകർച്ചകൾ, മക്കളുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ, എന്തുമാകാം. ആ പ്രയാസങ്ങൾ, ബലാഉകൾ, മുസീബാത്തുകൾ, അതിനെ തൊട്ട് അടുത്ത ശഅബാൻ 1 വരെ അള്ളാഹുവിൻ്റെ കാവൽ ഇറക്കി അള്ളാഹു കൊടുക്കുമെന്നാണ്. ആലോചിച്ച് നോക്കി. അപ്പോൾ 1 കൊല്ലത്തേക്ക് സന്തോഷത്തോടെ ജീവിക്കണം, സങ്കടങ്ങൾ മാറി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ ശഅബാനിൽ ഈ 3 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, അതൊന്ന് മനസ്സിൽ നമ്മൾ ഓർത്തു വെക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു റൂട്ടിലൂടെ മുന്നോട്ട് പോകണം. പിന്നെ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പുകാരാകാൻ ശ്രമിക്കണം. 1-ാമത്തെ ദിവസം പരിശുദ്ധ ശഅബാനിൽ നോമ്പുകാരാകുന്നതിന് വല്ലാത്ത ഫളിലാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലത്തെ ക്ലാസ്സിൻ്റെ സൂചനയിൽ പറഞ്ഞു, ആദ്യത്തെ ദിവസം നോമ്പ്, പരിശുദ്ധമായ ശഅബാനിൽ ആദ്യത്തെ 3 ദിവസം നോമ്പ് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് പരിശുദ്ധമായ ശഅബാൻ എന്ന് പറയുന്ന പുണ്യമാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് വർഷക്കാലത്തെ ഇബാദത്തിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന പ്രഗത്ഭമായ ഒരു പരിശുദ്ധമാക്കപ്പെട്ട നോമ്പാണ് ശഅബാനിൻ്റെ നോമ്പ്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ നിന്ന് 3 ദിവസം നോമ്പുകാരായി, 3 നോമ്പ് പിടിച്ചു. പിന്നെ അതിൻ്റെ മധ്യഭാഗത്ത്, ശഅബാനിൻ്റെ ഏകദേശം മധ്യഭാഗമാകുമ്പോൾ 3 ദിവസം നോമ്പ് പിടിച്ചു ശഅബാനിൽ. അതേപോലെ ശഅബാൻ മാസത്തിൻ്റെ ലാസ്റ്റ് അവസാന ഭാഗത്ത് 3 നോമ്പുകൾ ഒരാൾ പിടിച്ചു.
അങ്ങനെ ഒരു ശൈലി ഒരാൾ കൊണ്ടുവന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 70 അമ്പിയാക്കളുടെ സവാബ്, 70 നബിമാരുടെ കൂലി അള്ളാഹു രേഖപ്പെടുത്തും എന്ന് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഒരു വർഷം 70 ആമൻ എന്ന് കാണുന്നുണ്ട്. 70 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തെടുത്ത കൂലി ഈ ഒരു നോമ്പിൻ്റെ ശൈലി കൊണ്ട് പറ്റും. ആ ഒരു വർഷക്കാലത്തിൽ മരണം സംഭവിച്ചാൽ മാത്ത ഷഹീദായി രക്തസാക്ഷിയായി മരിക്കുന്ന വലിയ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നെല്ലാം ഫളായിൽ കാണാം. അപ്പോൾ ആലോചിച്ച് നോക്കി, വലിയ ഫളലാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈ ശഅബാനിലെ നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഓർത്തു വെക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഈ പരിശുദ്ധമായ ഈ ദിക്ർ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഈ ദിക്ർ പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി രേഖപ്പെടുത്താനും ഒരുപാട് തിന്മകൾ മാച്ചു തരാനും ഒക്കെ കാരണമാകും. അപ്പോൾ ഈ ശഅബാനിൽ പല തവണകളിലായി നമുക്കൊരു1000 വട്ടം സിമ്പിളായിട്ട് ചൊല്ലാൻ പറ്റും. ഒരു ദിവസം തന്നെ ഒരു 40 വെച്ച് ചൊല്ലിയാൽ തന്നെ 1000 കടന്നു പോകും. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ ഒരു മാസക്കാലം കഴിവിൻ്റെ പരമാവധി ആ നന്മയിലെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ തീർച്ചയായും ശഅബാൻ യതശഅബു ഫീഹി ഖൈറുൻ കസീർ, ധാരാളം ഖൈർ ഉമ്മത്തിന് കൊടുക്കുന്ന മാസമാണ്. പരമാവധി ആ ഖൈറൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ശഅബാൻ എന്ന് പറയുന്നത് തത്ഹീറുൽ ലിൽ ഖൽബാൻ, ഹൃദയം ശുദ്ധീകരിക്കാനുള്ള പരിശുദ്ധ മാസമാണ്. മാത്രമല്ല ശഅബാനിനെ മഹാന്മാർ ഉപമിച്ചത്, ഇപ്പോൾ പറഞ്ഞല്ലോ, റജബിനെ മഹാന്മാർ ഉദാഹരണപ്പെടുത്തിയത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവൻ്റെ ഉളൂഇൻ്റെ സ്ഥാനത്താണ്. ഉളൂഇൻ്റെ സ്ഥാനത്താണ് റജബിനെ പരിഗണിക്കാത്തവർ ഉളൂ ഇല്ലാതെ നിസ്കരിക്കുന്നത് പോലെയാണ്. ശഅബാനിനെ മഹാന്മാർ ഉദാഹരണപ്പെടുത്തിയിരിക്കുന്നത് നിസ്കരിക്കാൻ ഒരുങ്ങുന്നവൻ്റെ ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രത്തിനോടാണ്. നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രത്തിനെ ഔറത്ത് മറച്ചിരിക്കുന്നതിന് എത്ര പ്രാധാന്യമുണ്ട്. അതാണ് റമദാൻ ഒരുങ്ങുന്നവർക്ക് ശഅബാൻ. ശഅബാൻ പരിഗണിക്കാതെ ശഅബാനിൽ നെവർ മൈൻഡായിട്ട് ഇങ്ങനെ പോവുക, സാധാരണ പോലെ ഇങ്ങനെ പോവുക, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അവർ വസ്ത്രമില്ലാതെ നിസ്കരിക്കുന്നതിൻ്റെ അതേ മഖാമിലാണ്. ഒന്നുമില്ല. ആലോചിച്ച് നോക്കി. അതേപോലെയാകും നമ്മുടെ റമദാൻ. അങ്ങനെയാകാൻ പാടില്ല. ഇനി പോലീശാക്കപ്പെട്ട റാഅത്തുരാവൊക്കെ കയറി വരികയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും ആ ദിവസത്തിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും സംസാരിക്കും. നമ്മളെല്ലാം പരമാവധി ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ക്ലാസ്സുകൾ പരമാവധി ഷെയർ ചെയ്യണം, കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം, ലൈക്ക് ചെയ്യണം. അൽഹംദുലില്ലാ. എന്തിനാ, ഒരുപാട് പേർക്ക് ക്ലാസ് എത്തട്ടെ, ഒരുപാട് ഉമ്മനികൾക്ക് എത്തട്ടെ, പരമാവധി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും സലാമത്തും നിഅമത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി പരിപൂർണമായ ബറക്കത്തും ഖൈറും പ്രദാനം ചെയ്യട്ടെ. റജബും ശഅബാനും ബറക്കത്ത്, റമദാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.